Good morning YouTube and welcome back to another video from NGC Vlogs. So ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. സംഭവം ശുദ്ധമായ കഴപ്പും ഒറ്റ മൈൻഡും പിടിച്ച് നമ്മളൊരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊല്ലം കടക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 4:16 ആയിട്ടുണ്ട്. ഓക്കെ, സമയം 4:16 നമ്മളൊരു 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോകുന്ന വണ്ടി ഈ കിടക്കുന്നതാണ്. നമ്മുടെ സ്വന്തം പ്ലാറ്റിനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ മൈൻഡ് ശുദ്ധ കഴപ്പമെന്ന്. പ്ലാറ്റിനം ഉള്ളതിൻ്റെ അഹങ്കാരത്തിൽ നമ്മൾ നേരെ പോവുകയാണ്. സംഭവം ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവന് പാലക്കാട് ഒരു കോളേജിൽ MBAയുടെ എന്തോ ഒരു കോച്ചിങ് ഉണ്ട് 3 ദിവസത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ അവിടെ ഇറക്കിയിട്ട് കോഴിക്കോട് ബീച്ചിൽ കുറേ നാളുകൊണ്ടൊരു ആഗ്രഹമാണ് പോകണമെന്നുള്ളത്. ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് കോഴിക്കോട് ഒരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ബീച്ചിൽ പോയതാണ്. അപ്പോൾ അന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രെസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും അന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കോട് പോകണം. പിന്നെ എൻ്റെ ഫാമിലി കണ്ണൂരാണ്. അപ്പോൾ 2-3 ദിവസം ഉണ്ട് അവന് അവിടെ കോച്ചിങ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആ ഒരു ടൈം കൊണ്ട് എനിക്ക് കണ്ണൂർ ഫാമിലിയുടെ അടുത്ത് ചെല്ലാം. അവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ പാലക്കാട് നമുക്ക് വേറൊരു ഐഡിയയും കൂടെ ഉള്ളത്, ഇന്ന് സാറ്റർഡേ ആണ്. ഓക്കെ, ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ രാവിലെ 4 മണിയാണ് സമയം. പാലക്കാട് നമുക്ക് 9 മണിക്കാണ് പാലക്കാട് എത്തേണ്ടത്. ലീഡ്സ് കോളേജിലാണ്, ലീഡ്സ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ രാവിലെ 9 മണിക്ക് പാലക്കാട് എത്തി ഒരു ഈവനിങ്ങോടുകൂടി കോഴിക്കോടൊക്കെ ഒന്ന് കണ്ട് ഒരു രാത്രിയോടുകൂടി എനിക്ക് അങ്ങ് കണ്ണൂർ എത്തിയാൽ മതി. കണ്ണൂർ ഇരിക്കൂറാണ് എൻ്റെ സ്ഥലം. അപ്പോൾ രാത്രിയോടുകൂടി കണ്ണൂർ എത്തണം. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഫുള്ള് കിടന്ന് ഉറക്കമായിരിക്കും. കാരണം ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ രാത്രി ഫുള്ള് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഞായറാഴ്ച ഫുള്ളൊന്ന് കിടന്ന് ഉറങ്ങണം. തിങ്കളാഴ്ച എനിക്ക് അവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിലാണ് പോകേണ്ടത്. അപ്പോൾ തിങ്കളാഴ്ച അവിടെയും പോയിട്ട് തിങ്കളാഴ്ച ഈവനിങ് തിരിച്ച് പാലക്കാട് വന്ന്, പാലക്കാട് നിന്ന് 200 കിലോമീറ്റേഴ്സിനകത്താണ് ഊട്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഊട്ടിയും കൂടെ പോകണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്ലാറ്റിനെ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി അത്യാവശ്യം വളരെ നല്ല കണ്ടീഷനാണ്. കണ്ടീഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ആ തെള്ളി നിൽക്കുന്നത് അതിൻ്റെ നൂല് വന്ന ടയറാണ്. ഓക്കെ, ഇതാണ് എൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ. എങ്കിലും ഈ വണ്ടി അങ്ങ് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ, ഡിമ്മില്ല. അങ്ങനത്തെ വളരെ പെർഫെക്റ്റ് കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ 2 കേസ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം കറക്റ്റ് സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി നിൽക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. കോട്ടയം ചെന്നിട്ട് ബ്രേക്ക് എടുക്കണം. നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് പോവുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഓരോ 50 കിലോമീറ്റേഴ്സിലും 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. നമുക്ക് മാപ്പ് കാണിച്ച് 6.5 മണിക്കൂർ കൂട്ടിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ 50 കിലോമീറ്ററിലും ഒരു 10 മിനിറ്റ് ബ്രേക്കും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട പമ്പിൽ നിന്ന് എയർ അടിച്ചു. എയർ കമ്പനി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ തന്നെ എയർ പ്രഷർ നോക്കി അടിച്ചു. നൈട്രജനാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണയും അടിച്ചിട്ട്. അപ്പോൾ നമുക്ക് മൈലേജും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത്. നല്ല സ്പീഡ് മീൻസ് ഈ വണ്ടി ഇത് 100cc വണ്ടിയാണ്. അപ്പോൾ അതിന് പറ്റുന്ന സ്പീഡ് 60 കിലോമീറ്ററിലാണ് പോകുന്നത്. 60 to 70 അത്രയ്ക്ക് പുഷ് ചെയ്യാൻ പറ്റൂ. ഈ വണ്ടി അത്ര കയറും. 100cc വെച്ച് പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ആള് വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞടാ. എന്തൊരു പാവം. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. പള്ളിയും പിടിച്ചോണ്ട് പോവുകയാണ്. വീട്ടിൽ ഇരുന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് പോവുകയാണ്. 5ൻ്റെ പൈസ ഇല്ല, വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടുണ്ട്. പ്ലാറ്റിനം ആയതുകൊണ്ടൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ 2000 രൂപ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ കൊല്ലത്തുനിന്ന് നേരെ പാലക്കാട് നിന്ന് കോഴിക്കോട് വഴി കണ്ണൂരിൽ നിന്ന് തിരിച്ച് പാലക്കാട്, അവിടെ നിന്ന് പറ്റുമെങ്കിൽ ഊട്ടിയിൽ നിന്ന് തിരിച്ച്. ഇത് 5 ദിവസം കൊണ്ട് ഇത്രയും നടക്കണം. അന്ത ലെവൽ പ്ലാനിങ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കേ.
കോട്ടയം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കോട്ടയത്ത് ഏതോ നയരയുടെ ഒരു പമ്പിൽ കയറി നിൽക്കുകയാണ്. തോള് ഹെൽമെറ്റ് ഇട്ടിട്ട് പോയി. ഒന്നും തൂക്കാത്ത നിനക്ക് ഇങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ 2 ബാഗുമായിട്ട് എനിക്ക് കഴുത്തടക്കാൻ പോയടാ. എന്റെ കയ്യിലെ ചലഞ്ഞം പോയി. ഇവിടത്തെ വണ്ടിന്ന് എന്തൊക്കെയാ ആവശ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തിനാടാ എല്ലാ ടയറും ഉണ്ടോ നോക്കി. 6 hours later. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ 6:30 മണിയായിട്ടുണ്ട്. നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, പ്ലാറ്റിനം അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും വണ്ടിയിൽ ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ കൊല്ലത്ത് നിന്ന് അടിച്ചതാണ്, കൊല്ലം കടയ്ക്കൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചതാണ്. ഇപ്പോഴും ഫുൾ ടാങ്ക് തന്നെ കാണിക്കുന്നത്. എത്ര തീർന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഇപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് എവിടെയോ നിൽക്കുകയാണ്. നല്ല തോളുവേദന ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നല്ല തടിലോറിയൊക്കെ പാസ്, നല്ല തിരക്കുള്ള റോഡാണ്. ഇവിടുത്തെ ഒരു കിടിലം കാഴ്ചയുണ്ട്. ആ കാഴ്ച ഞാൻ കാണിച്ചത്. ആ പൂക്കൾ കണ്ടോ? അങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെയും പൂക്കളാണ്. നല്ല രസമല്ലേ? ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഏരിയ ആണ്, പക്ഷെ നല്ല രസമുണ്ട്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെയും പൂക്കളാണ് ഇവിടെ. ഹായ് പറ. തണുത്ത് കിളിയും പറ നിപ്പുണ്ട്. ഒരാളുടെ തണുത്ത് കിളിയും പറ നിൽക്കുന്നു, ഒരാളുടെ ചൂടായിട്ട് കിളിയും പറ നിപ്പുണ്ട്. പക്ഷെ നല്ല സ്പോട്ട്. വിശാലമായി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തൊന്ന് നിൽക്കുകയാണ്. ഒരു ഉറക്കം കഴിഞ്ഞു. ഉറങ്ങിയിട്ട് ആയി പറയടാ. അവനെങ്ങനെയും പോയാ മതി പുല്ല്. അവൻ എന്നെ ഒന്ന് കൊണ്ടാക്കണേ, എന്നെ വെക്കണേന്ന് പറഞ്ഞ് നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ഉറക്കം വന്നിട്ട് പ്രാന്ത്. 6 hours later.
ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 9 മണിക്ക് എത്തേണ്ടത് നമ്മൾ 11 മണിക്ക് എത്തി. അതാണ് അവൻ്റെ കോളേജ്, ലീഡ്സ് കോളേജ് ഓഫ് മാനേജ്മെന്റ്. അവിടെ നമുക്ക് കുറച്ച് ഒട്ടക പക്ഷിനെയൊക്കെ കാണാം. കണ്ട കോളേജ് കുറെ ഒട്ടക പക്ഷിയൊക്കെയാണ് ഇവിടെ കാണുന്നത്.